ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു കല്യാണ റിസപ്ഷന് പോയി. മനസ്സമ്മതം ആയിരുന്നു. ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ മകളുടെ കല്യാണം. മനസ്സമ്മതം. മക്കളെ ഒന്നും കൂട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിനങ്ങ് പോയി. നല്ലൊരു സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു. ക്ഷീണമൊന്നും തോന്നിയില്ല, ഒരു വിഷമം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു യാത്രയങ്ങ് പോയി. പോയ വഴിക്ക് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി മാതാവിൻ്റെ പള്ളിയിൽ കയറി. അവിടെ ഞങ്ങൾ എല്ലാ വർഷവും പോകുന്നതാണ്. 8 നോയമ്പ് എടുത്ത് എല്ലാ വർഷവും പോവും. പിന്നെ ആ വഴി പോയാൽ എന്ന് പോയാലും എവിടെ പോയാലും അവിടെ കയറി പ്രാർത്ഥിച്ചിട്ടേ പോവുകയുള്ളൂ. മാതാവിൻ്റെ അച്ചട്ടായിട്ടുള്ള പള്ളിയാണതേ. മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം നമുക്ക് അവിടെ ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഞങ്ങളുടെ ജീവിതം തന്നെ മാതാവിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴായാലും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. ഞങ്ങൾ മാതാവിൻ്റെ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുന്ന് യാത്രയായത്. മെഴുകുതിരി കത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അക്കരെ മാതാവിൻ്റെ പള്ളിയിൽ പ്രാർത്ഥിച്ച് മെഴുകുതിരി എല്ലാം കത്തിച്ച് പ്രാർത്ഥന ചെയ്തതിനെക്കാളും ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കല്യാണം നടക്കുന്ന പള്ളിയിൽ ചെന്നെത്തി. അപ്പോഴാണ് അവിടെ ഒരു അത്ഭുത കാഴ്ച. എന്തോരം സ്റ്റെപ്പാണ്! റോഡിൽ നിന്ന് പള്ളിയിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കയറി ചെല്ലണം. താഴെ നിന്ന് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. ഒരുപാട് നടയുള്ള ഒരു പള്ളിയാണ്. ഇപ്പോഴല്ലേ കാണുന്നത്? എന്തേലും സ്റ്റെപ്പാണ്! അയ്യോ, ഈ നടയെല്ലാം ഇത്രയും സ്റ്റെപ്പുള്ള പള്ളി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒത്തിരി പള്ളി പോയിട്ടുണ്ട്, പക്ഷെ ഇത്ര സ്റ്റെപ്പുള്ള ഒരു പള്ളി ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ആ സ്റ്റെപ്പെല്ലാം പതുക്കെ കയറി 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 മുകളിൽ വരെ ചെന്നു. ആൾക്കാരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്റ്റെപ്പ് കയറി 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 പള്ളിമുറ്റത്ത് അങ്ങനെ പള്ളി ചെന്നു. മനോഹരമായ ഒരു പള്ളിയായിരുന്നു അത്. നല്ല മനോഹരമായ ഒരു പള്ളി. അങ്ങനെ പള്ളിക്കകത്ത് കയറിയപ്പോഴാണ് വീണ്ടും അത്ഭുതം. ഒരു ഫാൻ, ആ പള്ളിക്കകത്ത് ആകെ ഒരു ഫാനേ ഉള്ളൂ. ഇത് കറങ്ങിയാൽ എല്ലാവർക്കും കാറ്റ് കിട്ടുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കറങ്ങിയപ്പോഴല്ലേ പള്ളി നിറച്ചും നല്ല കാറ്റുണ്ട്. എല്ലാവർക്കും നല്ല കാറ്റ് ഉണ്ട്. നന്നായിട്ട് ഫാൻ കറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തൊരു ബുദ്ധിയല്ലേ! നമുക്ക് ഈ ബുദ്ധി തോന്നിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ആൾക്കാരെയെല്ലാം ഒരുങ്ങി ചടങ്ങിനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. വധുവരന്മാർ അൾത്താരയിൽ എത്തിച്ചേർന്നു. ആൾക്കാരെല്ലാം, ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും അൾത്താരയിലെത്തി. അങ്ങനെ അൾത്താരയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ തുടങ്ങി. റിലേറ്റീവ്സ്, ബന്ധുക്കൾ, മിത്രങ്ങൾ, സ്നേഹിതർ, ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും കാണാനും പരിചയപ്പെടാനും എല്ലാം ചേട്ടന്മാരും എല്ലാവരും പരിചയപ്പെടാനും കാണുന്നുണ്ട്. ആരെയും വീഡിയോ പിടിച്ചില്ല. അതിൻ്റെ അനുവാദമില്ലാതെ നമ്മൾ വീഡിയോ പിടിച്ചാൽ യൂട്യൂബിലൊക്കെ ഇരുന്ന് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ റിസപ്ഷൻ ഹാളിലേക്ക് ചെന്നപ്പോൾ അവിടെയും അതിൽ നല്ല മനോഹരമായ മണ്ഡപം, തിരഞ്ഞെടുത്ത മണ്ഡപം. ആ മണ്ഡപത്തിലേക്ക് വധുവരന്മാർ എത്തിച്ചേർന്നു. അങ്ങനെയുമായി മനോഹരമായ അലങ്കരിച്ച മണ്ഡപത്തിൽ വധുവരന്മാർ എത്തിച്ചേർന്നു. എല്ലാവരും ആശംസകൾ നേർന്നു. അവതരണം കാഴ്ചവെച്ചു. പൂക്കൾ കൊണ്ടും എല്ലാം കൊണ്ടും മനോഹരമായി
അതിനുശേഷം വധൂവരന്മാരുടെ പേരൻസ്, സഹോദരന്മാർ, സഹോദരികളെല്ലാവരും സ്റ്റേജിലേക്ക് വന്നു, കേക്ക് മുറിച്ചു. അതിനുശേഷം കുട്ടികളുടെ ഡാൻസ്, പാട്ട്, അങ്ങനെ കല്യാണം അടിച്ചു പൊളിച്ചു, തിമിർത്തു. അങ്ങനെ മനോഹരമായ ഒരു കല്യാണ റിസപ്ഷൻ ആയിരുന്നു അത്. അതിനുശേഷം സദ്യ കഴിച്ചു. എല്ലാ വിഭവങ്ങളും കൂട്ടി ഇടിയപ്പം, ചപ്പാത്തി, പോത്ത്, കോഴി, ആട്, തോരൻ, അവിയൽ, അങ്ങനെ സർവ്വവിഭവങ്ങളോടുകൂടിയ സദ്യയും കഴിച്ചു. ഞങ്ങൾ തിരിച്ചു പോന്നു. അവിടെയും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഭയങ്കര ഭീമൻ പാൻ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വധൂവരന്മാർക്ക് ആശംസകളൊക്കെ നേർന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് യാത്രയായി. ഭീമൻ പാൻ അവിടെയും കറങ്ങുന്നുണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു കുറുമ്പിയെ കാണിച്ചിരുന്നു. ഞങ്ങളുടെ ഒരു കൊച്ചുമോളാണേ. അവള് കണ്ടോ, അവിടെ പപ്പായോട് വഴക്കുണ്ടാക്കുക. പിന്നെ കാണാം കുറുമ്പിപ്പെണ്ണ്. പറഞ്ഞിട്ട് വരണോ കപ്പയൊക്കെ വേവിച്ച് ഇറച്ചിയൊക്കെ കഴിക്കോ എന്നാലും. അങ്ങനെ ഞങ്ങൾ കല്യാണം എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ അവിടെ തിരിച്ച് വീട്ടിലേക്ക്. മലനിരകളും കാടുകളും